നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ വാഴയ്ക്ക് മൂന്നാം വളം നൽകുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് വാഴയ്ക്ക് മൂന്നാം വളം നൽകുന്ന വീഡിയോ ഈ ഇരിക്കുന്ന ചേട്ടനാണ് നമുക്ക് വാഴയ്ക്ക് മൂന്നാം വളം നൽകുന്നത്. ചേട്ടൻ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ അച്ഛൻ്റെ പ്രായമുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ പോലാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ അച്ഛനാണ്. പുള്ളി വാഴയ്ക്ക് വളമിടുന്നതിനെ പറ്റി പറയും. വാഴയ്ക്ക് മണ്ണ് മാറ്റിക്കൊണ്ട് അത് വളം 18 പിണ്ണാക്ക് കൂടിയും കൂടെ ഒരു ലെവൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മേലെ കോഴിവളം അതിൻ്റെ മേലേക്കിട്ട് 2 ചട്ടി വീതം ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണും വെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വളം കൂട്ടുകയാണ്. നമ്മൾ ഇന്നലെ വാങ്ങിക്കൊണ്ട് വെച്ചതാണ് വളം. ഇപ്പോൾ വളമിടുന്ന സമയം രാവിലെയാണ്. ഏകദേശം ഒരു 9 മണിയായി. നല്ല ചൂടായി തുടങ്ങി. ഇന്നലെ ചെറിയൊരു മഴ പെയ്ത്. അപ്പോൾ ഇത് 18 അതിനകത്തിൻ്റെ എല്ലാ മൂലകങ്ങളും മിക്സാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ വാങ്ങിയിട്ട് അതിനകത്തിൽ അഡീഷണൽ കുറച്ച് പൊട്ടാഷ്യം യൂറിയ ആഡ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം അത് ചെയ്യേണ്ട വന്നില്ല. കാര്യം വളക്കടയിൽ ഓൾറെഡി അവർ ചാർട്ടുണ്ടായിരുന്നു, അത് നോക്കി അതിനകത്തിലെല്ലാം അടങ്ങിയിട്ടുള്ള വളമാണ്. വാഴയ്ക്കും തെങ്ങിനുമൊക്കെ ഇടാൻ പറ്റിയ വളം തന്നെ. അതുപോലെ തന്നെ പിണ്ണാക്ക്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കടലപ്പിണ്ണാക്കാണ് വാങ്ങിയത്. ഈ പ്രാവശ്യം നമ്മൾ ഒരു പ്രത്യേകം പിണ്ണാക്ക് പൊടി വന്നിട്ടുണ്ട്. അതിനകത്തിൽ ഈ വേപ്പും പിണ്ണാക്കും അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് കണ്ട് അതും വാങ്ങി. നല്ലതാണെന്നാണ് പറഞ്ഞത്. ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ വളമിടുന്ന ചേട്ടന് കൃഷിയുള്ളതാണ്. പുള്ളി ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ്. അപ്പം വളം വാങ്ങാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. അപ്പം പുള്ളി പറഞ്ഞ് വാങ്ങാൻ പറഞ്ഞ് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വാഴയ്ക്ക് വളം ഇടുകയാണ്. ചവിട്ടിന്ന് ശകലം അകറ്റി വളം ഇടുകയാണ്. ഓൾറെഡി നമ്മൾ മുൻപേ കഴിഞ്ഞ വളം ചെയ്ത സമയത്ത് കരിയിലയും കാര്യങ്ങളൊക്കെ ചവിട്ടി അടുപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിനകത്ത് ചെറിയ പോച്ചകളും കാര്യങ്ങളൊക്കെ കിളിച്ചിരുന്നു. അതെല്ലാം പറിച്ച് മാറ്റി ആ കരിയിലയുടെ പുറത്താണ്, ചെറുതായിട്ട് കരിയില മാറ്റുന്നുമുണ്ട്, മാറ്റിയിട്ട് അതിൻ്റെ പുറത്താണ് വളം ഇടുന്നത്. കാര്യം അതിന് നല്ല നനവുള്ളതാണ്. നമ്മൾ ഒന്നിടെ വിട്ട് വാഴയ്ക്ക് നനയ്ക്കുന്നതാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് നനച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ അടിയിൽ, കരിയിലയുടെ അടിയിൽ നമ്മൾ വളം ചെയ്ത സമയത്ത് കോഴിവളവും നമ്മുടെ രാസവളവും എല്ലാം കൂടെ മിക്സായിരുന്നു അന്ന്. അതിൻ്റെ പുറത്താണ് നമ്മൾ തടം ചെറുതായിട്ടൊന്ന് അനക്കി, അത് കാര്യം വേര് പൊട്ടിക്കാതെ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇനിയും കരിയില ഇടില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ കോഴിവളം ഇട്ടതിന് ശേഷമാണ് മണ്ണടിപ്പിക്കുന്നത്. ഇപ്പോൾ എല്ലാ വാഴയ്ക്കും ഏകദേശം ഒരു അര കിലോ എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മൂന്നാം വളം നൽകുന്നത്. അതുപോലെ കന്നുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞ്. ഇനി വിത്ത് പൊട്ടും. ഒറ്റ വിത്ത് നിർത്താൻ പാടില്ല. നമ്മുടെ വാഴയുടെ വളർച്ച 2.5 മാസമൊക്കെ ആയ വാഴയാണ്. നമ്മുടെ കോഴിവളത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ വാഴ മെയിനായിട്ട്. നമ്മുടെ വാഴയുടെ പിണ്ടിക്കാനം നോക്കിയാലും വലിപ്പം നോക്കിയാലും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ തീരെ ചെറിയ വിത്താണ് കൊണ്ടുവച്ചത്. നമ്മൾ ഉദ്ദേശിച്ച ഗ്രോത്ത് നമുക്ക് കിട്ടി. ഉദ്ദേശിച്ചതിന് കൂടുതൽ ഗ്രോത്താണ് കിട്ടിയത്. അത് കാരണം നമ്മൾ ഈ മൂന്നാം വളം ചെയ്യാൻ ശകലം ലേറ്റാക്കി. കാര്യം വാഴയ്ക്ക് ഓൾറെഡി വളർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഏകദേശം ഇപ്പം വളം ചെയ്തില്ലേ, പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒത്തിരി ഡിലേ ആകും. അതുകൊണ്ടാണ് മൂന്നാം വളം ചെയ്തത്. അതുപോലെ ഇതിനകത്ത് നമ്മൾ വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ വാഴയും ഒരേ വളർച്ചയില്ല. ചില വാഴയ്ക്കൊക്കെ വളർച്ച കുറവും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ആ വാഴയ്ക്ക് ആ സമയത്ത് നമ്മൾ കൂടുതൽ വളം നൽകാൻ ശ്രദ്ധിക്കണം. കൂടുതൽ വളം അങ്ങനെയുള്ള വാഴയ്ക്ക്. അതുകൊണ്ട് ഇപ്പം വളമിടുന്ന വാഴ മറ്റു വാഴയിൽ കാട്ടിൽ ശകലം വളർച്ച കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ വളർച്ച കുറവെന്നല്ല, ഒരു ശകലം തലയെടുപ്പ് അതിലും കുറവുണ്ട്. അതിന് നമ്മൾ ഇച്ചിരി വളം കൂട്ടിയിട്ട് കൊടുക്കുക. ഇതിലെല്ലാം 1/2 കിലോ ഇടുക, അങ്ങനെ 100 ഗ്രാം കൂടുതലിടണം. അതുപോലെ തന്നെ 1-2 വാഴകൾ നമ്മൾ വെച്ചതിന് ശേഷം നമ്മുടെ ഫാമിൻ്റെ പണിയും കാര്യങ്ങളുടെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഇളക്കി മാറ്റേണ്ട വന്നു. അന്നേരം ആ ഇട്ട വളങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള വാഴയ്ക്കും ശകലം വളം കൂട്ടി കൊടുക്കുന്നതാണ്. കൂടുതലിട്ട് കൊടുക്കും. ഇതിന് ശേഷം നമ്മൾ കോഴിവളം ഇട്ട് ഒരു കോഴിവളം പൊത പോലിടും. ചുറ്റും പൊത പോലിട്ട്. കാര്യം കോഴിവളം ചൂട് കളഞ്ഞിട്ടേക്കുന്ന വളമാണ്. കുറേ ദിവസങ്ങൾക്ക് മുന്നേ 1.5-2 മാസം മുന്നേ എടുത്ത വളമാണ്. അത് ചാക്കി കെട്ടി വെച്ചേക്കുമായിരുന്നു, നനച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ചൂടും കാര്യങ്ങളെല്ലാം റിലീസായി. അത് എന്നിട്ട് ഈ വാഴത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ട് കൂന കൂട്ടി ഇട്ട് നനച്ചിടും. ഒരു 3-4 ദിവസം നനച്ചിട്ടതാണ്. അതിൻ്റെ ശരിക്കും ചൂടും കാര്യങ്ങളും പോയി. അത് വാഴയോട് അടുപ്പിച്ചിട്ടാലും യാതൊരു പ്രശ്നവുമില്ല. നമ്മളങ്ങനെ സ്ഥിരം ചെയ്യുന്നതാണ്. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അതാണ് പുതയിടുന്നത്. അപ്പം കരിയില വേണേൽ പുതയിടാം, പക്ഷേ അതിലും നല്ലതാണ്. ഇതുകൂടെ ഇടുമ്പോൾ ഇതും ഒരു വളമാണ്.
അതിന് ശേഷം നമ്മൾ മണ്ണ് ഇനി ഇതെല്ലാം വെട്ടി അടുപ്പിക്കും, വേര് പോകാത്ത രീതിയിൽ വെട്ടി അടുപ്പിക്കും. പിന്നെ നമുക്കിനി അവിടെ മണ്ണിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി മണ്ണ് ഇറക്കുന്നുണ്ട്. കാര്യം നമ്മുടെ പാടത്തിൻ്റെ സൈഡാണ്, അവിടെയൊക്കെ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ച് മണ്ണ് നമ്മൾ അവിടെ ഇറക്കും. അപ്പോൾ നല്ല മണ്ണ് ഇറക്കും, ഒരു ലോഡ് മണ്ണ് ഇറക്കും. ആ മണ്ണ് നമ്മൾ ഈ വാഴയ്ക്ക് ചുറ്റും ഇട്ട് കൊടുക്കാനാണ് നമ്മുടെ പ്ലാന്. അപ്പം വളം നമ്മളിപ്പം ആ ഭാഗത്തുള്ള ഏകദേശം അവിടെ ഇപ്പം നമ്മൾ കണ്ടെടുത്തൊരു 20 വാഴയാണ് നമ്മൾ തൈ വെച്ചത്. 20 വാഴയും വളർന്ന്, ഒരു വാഴയും നമുക്ക് നഷ്ടമായില്ല. ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ കിട്ടിയ ഹൈബ്രിഡ് തൈകളാണ് മേടിച്ച് വെച്ചത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഒരു തൈകളും നഷ്ടപ്പെടുകയില്ല. അവർ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് തന്നത്. ഈ കൂട്ടത്തിൽ 3 പൂവൻ വാഴയുണ്ട്. ആ പൂവൻ വാഴയ്ക്ക് ഏത്ത വാഴയ്ക്ക് കൊടുക്കുന്ന അതേ വളം തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ 3 പൂവൻ വാഴയുണ്ട്, അതിനും സെയിം വളം കൊടുക്കുകയാണ്. കാര്യം വളം കൊടുത്താലേ നല്ല കൊലകൾ കിട്ടത്തുള്ളൂ. വളം കൊടുക്കണം, വളം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കൊല കിട്ടുകയില്ല. നമ്മൾ സെയിം വളം കൊടുത്ത് നമ്മളൊന്ന് പരീക്ഷിക്കുകയാണ് പൂവൻ വാഴയ്ക്കും. നമുക്ക് പരീക്ഷണമല്ല, നമ്മൾ മുൻപേ ഇതുപോലെ നമുക്ക് 2 പൂവൻ വാഴ ഉണ്ടായിരുന്നു. അതിന് ഇതേപോലെ നമ്മൾ വളം നൽകി നല്ല കൊല നമ്മൾ വെട്ടിയതാണ്. സാധാരണ വെട്ടുന്നതിലും വലിയ വലുപ്പമുള്ള കൊല. സാധാരണ പൂവൻ വാഴ, ഞാലിപ്പൂവൻ വാഴയ്ക്കൊക്കെ 1 തവണ 2 തവണയൊക്കെ ആൾക്കാർ വളം ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കന്നുകൾ നശിപ്പിച്ച് കളയണം. ഇപ്പോൾ ഒരു കന്ന് നമ്മൾ വെട്ടിപ്പറിച്ച് കളഞ്ഞ കണ്ടോ. അതുപോലെ തന്നെ എത്ര കന്നുണ്ടെങ്കിലും നമ്മൾ കൂമ്പെടുക്കുന്നതിന് 1 മാസം 2 മാസം മുന്നേ വരുന്ന 1-2 കന്നേ നിർത്താവൂ. ബാക്കി കന്നുകൾ മുഴുവൻ നശിപ്പിച്ച് കളയണം. ഇപ്പം നമ്മുടെ വാഴയ്ക്ക് 2.5 മാസം 3 മാസം ആകാൻ പോകുന്നേ ഉള്ളൂ. 1 മാസം കഴിയുമ്പോൾ തൊട്ട് കന്ന് വരാൻ തുടങ്ങി. പൂവൻ വാഴയ്ക്കാണെങ്കിൽ കന്ന് കണ്ടമാനം കന്ന് വരും. അപ്പം കന്നുകളൊന്നും നിർത്തുവാൻ പാടില്ല, എല്ലാം നശിപ്പിക്കേണ്ടതാണ്. അതെല്ലാം നമ്മൾ കളഞ്ഞ് ഒറ്റ കന്ന് നമ്മുടെ വാഴയ്ക്ക് നിർത്തിയിട്ടില്ല, മുഴുവൻ കന്നുകളും നമ്മളെടുത്ത് കളഞ്ഞ്. ഇനിയും അടുത്ത പ്രാവശ്യം ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മൾ വളമിടുന്ന സമയത്ത് 1 കന്ന് നമ്മൾ നിർത്തും. നമ്മൾ അവിടെ തന്നെ ചെയ്യും. നമുക്ക് പ്ലാനുണ്ട് അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന്. ഇപ്പം ചില വാഴകൾ നിൽക്കുന്നിടത്ത് ഓരോ കന്ന് നിർത്തും. ചില സ്ഥലങ്ങൾ നമുക്ക് ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് 1 കന്ന് നിർത്തത്തില്ല, മുഴുവൻ കന്നും കളയും. കന്നും കളഞ്ഞാണ് നമ്മൾ വാഴകളെ നിർത്തുന്നത്. അതുപോലെ തന്നെ ഇനിയും ഇതിന് ശേഷം നമുക്കിതിനെല്ലാം സപ്പോർട്ട് നൽകേണ്ടതാണ്. എന്തെങ്കിലും മരക്കാലുകളോ അല്ലെങ്കിൽ മുള വെട്ടിയ പീസുകളോ എന്തെങ്കിലും നല്ലോണം കുഴിച്ചിട്ട് പിടിച്ച് കെട്ടണം. ഇപ്പോൾ ആ വാഴയ്ക്ക് നമ്മൾ ഏകദേശം അതിന് നല്ല വളർച്ചയുള്ള വാഴ, വിണ്ടിക്കനൊക്കെ ഉള്ള കാറ്റ് പിടിക്കുന്ന കണ്ടത്തിൻ്റെ സൈഡായതുകൊണ്ട് നമ്മൾ ഇതിനെ പിടിച്ച് കെട്ടണം. ഇല്ലെങ്കിൽ വാഴ മറിഞ്ഞു പോകും, നല്ല കാറ്റത്ത് വാഴ മറിഞ്ഞു പോകും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട വെറുതെയാവും. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ പോകുന്നതിന് മുന്നേ എല്ലാ വാഴകളും നല്ല രീതിയിൽ സെക്യൂർ ആക്കണം. ഇപ്പം കൈയുടെ ഒരു ശകലം ബുദ്ധിമുട്ട് കാരണമാണ്. ഇപ്പം മുളയുണ്ട്, മുള വെട്ടാൻ പോയില്ല. ഇന്ന് നാളെയൊക്കെ ആ ചേട്ടനെ കൊണ്ട് പോകണം. മുള വെട്ടി ഞാൻ പോയില്ല, കൂടെ പോകത്തേ ഉള്ളൂ നോക്കാൻ. പുള്ളി വെട്ടിക്കൊണ്ടുവരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് മുള വാങ്ങി വെച്ചേക്കുവാണ്, അത് വെട്ടിക്കൊണ്ടുവന്ന് നമുക്ക് ഇതിനെല്ലാത്തിനും 3 നൽകണം എന്ന് വിചാരിക്കുന്നു. ഇപ്പം കണ്ടോ 3 നൽകിയേക്കുന്നുണ്ട്. വീട്ടിലുള്ള ഏകദേശം പഴയ കിടന്ന കാലുകളൊക്കെ കൊടുത്ത് ഇനി ഏകദേശം ഒരു 8-10 വാഴയ്ക്കൂടെ 3 കൊടുക്കാനുണ്ട്, അതിന് കൊടുക്കണം. ഇതും കോഴിവളമാണ്, ഈ ചാക്കിൽ നനച്ചിട്ടിരുന്ന വളമാണ്. കോഴിവളമാണ്. 1-2 മാസം കൂടുമ്പോഴാണ് നമ്മുടെ കോഴിക്കൂട് 1.5 മാസത്തിൽ ക്ലീൻ ചെയ്യുന്നതാണ്. അത് ക്ലീൻ ചെയ്ത് ഉടനെ ഇടത്തില്ല, അതൊരു 1 മാസം 2 മാസം ചാക്കി കെട്ടി അതുപോലെ വെക്കും. അതിൻ്റെ ചൂടും കാര്യങ്ങളും എല്ലാം പോയി കറക്റ്റ് പൊടിയും. ഇപ്പം നമ്മൾ മരത്തിൻ്റെ ചീള് ഇതിനകത്തിലുണ്ട്. മരത്തിൻ്റെ ചീള് പൊടിയാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്, അത് ദോഷമായിട്ട് വരും. ഈ വളത്തിൻ്റെ കൂടെ കിടന്ന് അത് പൊടിഞ്ഞ് പൗഡർ പോലെ ആകും. അതിന് ശേഷമാണ് നമ്മൾ വാഴകൾക്കായാലും പച്ചക്കറിക്കായാലും നമ്മൾ നൽകാറുള്ളൂ. ഇപ്രാവശ്യം പച്ചക്കറികളൊന്നും നട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ നിൽപ്പുണ്ട്. ഇപ്രാവശ്യം കൈ വയ്യാത്തതുകൊണ്ട് പച്ചക്കറികളൊന്നും നട്ടില്ല. അതിൽ കോഴിവളം ഇന്നലെ നമ്മൾ കോഴിക്കൂട് ക്ലീൻ ചെയ്തൊരു 4 ചാക്കുണ്ട് വളം വിൽക്കാനുണ്ടായിരുന്നു. അത് ഓൾറെഡി ഇന്ന് രാവിലെ നമ്മൾ പരസ്യം ഇട്ടിരുന്ന നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ. ഇപ്പം ഒരു അച്ഛനത് വേണം, അച്ഛൻ വിളിച്ച് കോഴിവളം കൊണ്ടുപോകുന്നു. പുള്ളിക്കാരനിപ്പം വണ്ടിയായി വരും. ചാക്ക് ഒന്നിന് 100 രൂപയാണ് പറഞ്ഞിരുന്നത്, 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അറക്കപ്പൊടിയുടെ മിക്സ് ആയതുകൊണ്ടാണ് 100 രൂപ കൊടുക്കുന്നത്. കോഴി വളം തന്നെയാണെങ്കിൽ നമ്മളിപ്പോൾ ഹൈടെക് കൂടൊക്കെ ആണെങ്കിൽ 1 ചാക്ക് വളം 50 കിലോയുടെ ചാക്കിനകത്തിൽ നിറയ്ക്കുവാണെങ്കിൽ ഏകദേശം ഒരു 75 കിലോയ്ക്ക് മേളിൽ വരും. കോഴിവളം തന്നെയാണെങ്കിൽ എത്ര ഭാരം അതിന്. അങ്ങനെയുള്ള വളം കൊടുക്കുമ്പോൾ നമ്മൾ 300 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് സാധാരണ എല്ലായിടവും. ഇതിപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് പോസ്റ്റ് ഇട്ടിരുന്ന അന്നേരം തന്നെ അരമണിക്കൂറിനകത്ത് വിളി വന്ന് 4 ചാക്കുണ്ട് പുള്ളി കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത്. ഞാനീ പറയുന്ന കോഴിയെ വളർത്തുമ്പോൾ എല്ലാവരും പറയും കാഷ്ടം അങ്ങനെയാണ് ഇങ്ങനെയാണ് ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ബുദ്ധിമുട്ടും എനിക്ക് തികയുന്നില്ല. ഇപ്പം നമ്മുടെ വാഴയ്ക്ക് നമ്മൾ ഏകദേശം ഒരു 4-5 ചാക്ക് ഇട്ട്, പിന്നെ ഒരു 4 ചാക്ക് അധികമുണ്ട്.
അത് ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് വളം ചെയ്യുമ്പോഴത്തേക്ക് ഇടാൻ നമുക്കില്ല. ഞാനത് അവിടെ വെക്കണ്ട, ആർക്കെങ്കിലും വേണേൽ കൊണ്ടുപോട്ടെ എന്നുള്ള രീതിക്ക് പോസ്റ്റ് ഇട്ട് 1 മണിക്കൂറിനകത്ത് തന്നെ വിളി വന്ന് സംഭവം കച്ചവടമായി. ഇപ്പോൾ ആൾ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിനകത്തിൽ പറഞ്ഞു വരുന്നത്, നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ഇപ്പം നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇഷ്ടത്തിന് ചെറിയ ചെറിയ ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ പഴയതുപോലെയല്ല, കൃഷി കണ്ടമാനം കൃഷി ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് ഏകദേശം കോഴിവളം ഒരു തവണ ഉപയോഗിച്ച കർഷകന് മനസ്സിലായി കോഴിവളത്തിൻ്റെ പവർ എന്തുവാണ്. അതുകൊണ്ട് ആ വാഴ നോക്ക്, 2.5 മാസം പ്രായമുള്ള വാഴയാണ്. മകള് ചേട്ടന് വെള്ളമായിട്ട് വന്നതാണ്. പണ്ട് ഞാൻ എൻ്റെ അച്ഛൻ ഇതുപോലെ ജോലി ചെയ്യുമ്പം ഞാനിതുപോലെ കഞ്ഞി വെള്ളവും കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് പോകുന്നൊരു ഫീല് എനിക്കിപ്പം മോള് വന്നാൽ എനിക്ക് വെള്ളം തന്നിട്ടാണ് പോയത്. പുള്ളിക്കാരന് കുടിക്കാനുള്ള വെള്ളമായിട്ട് വന്നതാണ്. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. പുള്ളി രാവിലെ കൊടുത്തിരുന്ന് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല. നല്ല ക്ഷീണമുണ്ട്, രാവിലെ നല്ല ചൂടാണ്. അപ്പോൾ വീഡിയോ നിർത്തുക.